ഹായ് ഹലോ. ഇന്ന് കർക്കിടക മാസം 1-ാം തീയതി. നമ്മൾ ഇന്ന് മുതൽ ശീബോധിക്ക് വെച്ച് തുടങ്ങും കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടാണ് ശീബോധിക്ക് വെക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ശീബോധിക്ക് വെക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ചില നാട്ടിലൊന്നും അങ്ങനത്തെ ഈ ഒരു ആചാരം ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ നാട്ടിലേക്കൊക്കെ എല്ലാവരും ശീബോധി വെക്കും. നമ്മൾ തലേ ദിവസമേ ശീബോധി ഒരുക്കാൻ തുടങ്ങും. ശീബോധി ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തലേ ദിവസം നമ്മളെ വീടൊക്കെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി ക്ലീനാക്കി നമ്മൾ കലിയന് കൊടുക്കും. കലിയന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കൂടുതലായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. നമ്മൾ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മളെ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കുമെന്ന്, പിന്നെ പൊട്ടിയ പാത്രങ്ങൾ അതൊന്നും പിന്നെ നമ്മൾ വീട്ടിൽ വെക്കൂല. നാളെ നല്ലൊരു ദിവസം തുടങ്ങുക എന്നുള്ള ആ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കി വീട് നമ്മൾ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യും. എന്നും ക്ലീൻ ചെയ്യുന്ന മാതിരിയല്ല, എല്ലാ മുക്കും മൂലയും ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മളൊരു ഡീപ്പ് ക്ലീൻ കഴിഞ്ഞിട്ടാണ് ഈ കലിയന് കൊടുക്കുന്നത്. വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോഴാണ് കർക്കിടക മാസം 1-ാം തീയതിൻ്റെ തലേ ദിവസം വൈകിട്ട് വിളക്ക് കത്തിക്കുമ്പോഴാണ് നമ്മൾ ഈ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് വീട്ടിലുള്ള പഴയ സാധനങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം കലിയന് കൊടുക്കുന്നത്. കലിയന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിച്ചിട്ട് നമ്മൾ വീടിന് ചുറ്റും ഇങ്ങനെ നടന്ന് ഒരു ദീപം തെളിയിച്ച് നടക്കും. കുറേ പഴയ സാധനങ്ങളൊക്കെ ഉള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ വിളിച്ച് പറയുമല്ലോ, കലിയ കലിയ കൂയി എന്നൊക്കെ വിളിച്ച് പറഞ്ഞ്, അങ്ങനെയുള്ള ഒരു ആചാരമൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടോയെന്നറിയില്ല, ഇതൊരെന്തോ പ്രാദേശികമായിട്ടുള്ള ഒരു ആചാരമായിരിക്കും. അങ്ങനെ ശീബോധി ഒരുക്കും. വൈകിട്ട് നമ്മൾ വിളക്കൊക്കെ ക്ലീൻ ചെയ്ത് കത്തിച്ച് പിന്നെ നമ്മൾ മധുരം വെക്കും. മധുരം വെക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അടയാണ്. അട വെച്ചിട്ടാണ് ഞാൻ മധുരം വെച്ചത്. പിന്നെ ഓരോ സ്ഥലത്ത് അവിലും ശർക്കരയും വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ മധുരം കൊടുത്ത് നമ്മൾ കല്യാണമൊക്കെ കൊടുത്ത് ശീബോധീനെ വരവേറ്റ് അന്ന് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ടാണ് നമ്മൾ ശീബോധി വയ്ക്കുക. രാമായണവും വെക്കും ഒപ്പം. പിന്നെ ദശപുഷ്പങ്ങളൊക്കെ ചൂടിച്ചിട്ടാണ് വെക്കുന്നത്. പക്ഷേ എല്ലാം ഒന്നും ഇവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഉള്ളതിനനുസരിച്ചിട്ടാണ് ഞാൻ വെച്ചത്. പിന്നെ ഭസ്മമൊക്കെ തേച്ച് നമ്മളെ വിളക്കും കിണ്ടിയൊക്കെ നമ്മൾ ഭസ്മം തേച്ചിട്ട് ആ പലകേൻ്റെ മുകളിലൊക്കെ ഭസ്മം തേച്ചിട്ടാണ് നമ്മൾ ശീബോധി വെക്കുന്നത്. അത് കഴിഞ്ഞ് ശീബോധി വെച്ചതിന് ശേഷം നമ്മൾ ഇരുന്നിട്ട് രാമായണം വായിക്കും. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിലെല്ലാം ഇന്നു മുതൽ രാമായണ പാരായണം ഉണ്ടാവും. പിന്നെ ഞാൻ വീട്ടിലും ഇന്നു മുതൽ രാമായണം